തിരുവനന്തപുരത്ത് ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആറ്റുകാൽ. അങ്ങനെയാണ് ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്നതാണ്. കാരണം ആറ്റുകാലിൻ്റെ നിർമ്മാണ രീതിയും അവിടുത്തെ ചടങ്ങുകളും അവിടെ ജനങ്ങൾ കൂടുതൽ വരികയും ചെയ്യുമ്പോൾ ഇതിനെ ഒരു 25 വർഷം മുമ്പുള്ള ആറ്റുകാൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അതിനു മുമ്പാണെങ്കിൽ അതൊരു കുരിയാലയായിരുന്നു, എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വിളക്ക് വെച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞാണ് അത് ഈ നിലയിലേക്കൊക്കെ മാറി വളരെ പെട്ടെന്നാണ് സമ്പത്തിൻ്റെ ഒരു അധിനിവേശം വരുന്നത്. എന്നാൽ ഈ ആറ്റുകാലിൻ്റെ കുടുംബക്കാർക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് വേറൊരു തമാശ. അപ്പോൾ അതെല്ലാം അവിടെയുള്ള നായർ സമുദായങ്ങൾ 3 കൊല്ലം അവിടെ താമസിക്കണം. 3 കൊല്ലം താമസിക്കുന്ന ഇത്ര കിലോമീറ്ററിനകത്തുള്ള നായർക്കേ വോട്ടുള്ളൂ. അങ്ങനെയാണ്, വേറെ സമുദായക്കാർക്കൊന്നും അവിടെ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെയും വിശ്വാസം എന്ന് പറയുന്നതിനെ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യാം എന്നുള്ളത് അതിബുദ്ധിമാന്മാർ കണ്ടെത്തും. അവർ കണ്ടെത്തി ആ ചൂഷണങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലാത്തവനെ അതിന് വിധേയമാക്കും. അങ്ങനെ വിധേയമാക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബൗദ്ധികമായ അടിമത്വം ഉണ്ടാവും. ആ അടിമത്വമാണ് നമ്മൾ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച്. ഇപ്പം തന്ത്രി പറയുന്നു, നിങ്ങൾ ധരിക്കേണ്ടത് സാരിയാണ്. എന്ന് സാരി വന്നു തിരുവിതാംകൂറിൽ? ഇവിടെ മേൽമുണ്ടും റൗക്കയും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. നമ്മൾ റൗക്ക ധരിക്കണമെന്ന് ഇപ്പോൾ പറയൂ. തിരുവിതാംകൂറിലെ രാജകുടുംബാംഗങ്ങൾ പോലും ഇപ്പോൾ റൗക്ക ധരിക്കാറില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു തുണി ചുറ്റുമ്പോൾ കിട്ടുന്ന പാവനത്വത്തിൻ്റെ തത്വം എന്താണ്? ഒരു മുണ്ട് കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടം നടക്കും, അത്രയൊക്കെ ഞാനകത്തൊന്നുമില്ല. തൊഴിലില്ല, കച്ചവടം നടക്കും, ലാഭ കച്ചവടം. കാരണം ഇതൊരു ഫാക്ടറി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ വേറെ പണി അവർ ചെയ്യും. അപ്പം അതിനു വേണ്ടി ഇനി പുരുഷന്മാരുടെ വേഷവിധാനങ്ങൾക്ക് അവർക്ക് ഉടുപ്പ് ഊരി തന്നെ കയറണം. ഈ പുരുഷന്മാർ ഉടുപ്പ് ഊരി കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തു നിന്ന് പുറപ്പെടുന്ന പല സ്രവങ്ങളുണ്ടാവാം, അതിനകത്ത് പകർച്ചവ്യാധികളുണ്ടാവാം. അത് പരിശോധിക്കാൻ ആരുണ്ട്? എല്ലാവരും പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ആരെങ്കിലും ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചോ? ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയല്ല വേണ്ടത്. ക്ഷേത്രം എന്ന് പറയുന്നത് ശാന്തിക്കുള്ളൊരു ഇരിപ്പിടമാണ്. അത് തേടി വരുന്നവന് ആ ശാന്തിക്ക് തടസ്സമുണ്ടാക്കുന്നത് എന്ത് വന്നാലും അത് ക്ഷേത്രാചാരമാകില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലും ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലും ഒന്നുമില്ല. ഞാനൊരു ക്രിസ്ത്യാനിക്കോ ഒരു ഇസ്ലാം മത വിശ്വാസിക്കോ ക്ഷേത്രത്തിൽ അവരുടെ പാരമ്പര്യമായിട്ട് കയറുന്നതിൽ എന്ത് തടസ്സമുള്ളത്? ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് കൽപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ പ്രധാന പോയിന്റിൽ നിന്നും മാറ്റി. ഇപ്പം ചർച്ച വരുമ്പോൾ സാമ്പത്തിക ക്രമക്കേടുള്ളതിനേക്കാൾ ഉപരി ഇതെങ്ങനെയാണെന്നുള്ളതാണ്. ഞാനൊരു ചെറിയൊരു തമാശക്കുള്ളൊരു ഉദാഹരണം പറയാം. ഒരു 2 മോഷ്ടാക്കൾ ചേർന്ന് ഒരു വലിയ മരം രാത്രി ഇരുന്ന് വാള് കൊണ്ട് മുറിച്ച് മാറ്റി മരം. എന്നിട്ട് അവർ കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി. അപ്പോഴൊക്കെയും അത് സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നോക്കിക്കൊണ്ടു നിന്നു. അവനൊരു പരാതിയുമില്ല. പിറ്റേന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പരാതി അവൻ കൊടുത്തു, ഇന്നടത്ത് നിന്ന് ഇന്ന മരം മുറിച്ചു കൊണ്ടുപോയി. പരാതി കിട്ടിയ ഉടനെ തന്നെ അവിടെ പോലീസ് എത്തുന്നു. എത്ര തടിയാണെന്ന് വരാൻ വേണ്ടി അതിൻ്റെ സർക്കംഫറൻസ് എടുക്കുന്നു. അപ്പോൾ ഈ നോക്കിക്കൊണ്ട് വന്നവൻ പറഞ്ഞു, ഈ സർക്കംഫറൻസ് എടുത്തത് കറക്റ്റല്ല, അതിൻ്റെ കണക്ക് നമുക്ക് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കേണ്ടതിനായിട്ട് ഒന്നുകൂടെ ഈ കുറ്റി മെഷർ ചെയ്യണം. കുറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോയ തടിയുടെ കണക്ക് കിട്ടുമോ? അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ തടി ഒരിക്കലും തിരിച്ചു വരരുതെന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അവൻ ഈ സർക്കംഫറൻസിൻ്റെ ഇതിൻ്റെ എടുക്കുന്നത്. ഇതേപോലൊരു തട്ടിപ്പാണിത്. എല്ലാത്തിനകത്തും എല്ലാത്തിനും സാക്ഷികളുണ്ട്, പക്ഷെ സാക്ഷി മൂകനാണ്. മൂകനായ സാക്ഷി അവൻ അന്ധനും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെത്തും?
അതാണ് ഇപ്പോൾ നടക്കുന്നത്. 2, ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിൽ വന്നാൽ ആ ക്ഷേത്രത്തിൽ അവൻ അഹിതമായത് എന്തൊക്കെ ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് ദേവന് ദുഃഖം ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം ഈ നിൽക്കുന്ന ഇടനിലക്കാരനല്ല സത്യത്തിൽ ക്ഷേത്രത്തിൻ്റെ അവകാശം. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാം.